ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നമുക്ക് ഓരോരുത്തർക്കും നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും പോയി കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, ഇന്ന് ഇച്ചിരി എനിക്ക് ഒരു ദിവസം നടക്കുവാണെങ്കിൽ പിറ്റേ ദിവസം നടക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഈ ടീൽ ബോളിന് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് വേദനയാണ്, നല്ല വേദനയാണ്. ഒരു ദിവസം ഇങ്ങനെ രാവിലെ എണ്ണിക്കുന്നിടം വരെ ഇങ്ങനെ ഏന്തി എണ്ണിക്കും. പിന്നെ കുറച്ച് നേരമൊക്കെ നിന്ന് ജോലിയൊക്കെ ചെയ്യുമ്പം എന്തുവന്നാലും ജോലി ചെയ്യണ്ടേ, നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥനയാണ് നമ്മുടെ ബലം, ഓരോരുത്തരുടെയും ബലം. ഇനി വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, അന്നേരം രാവിലെ ദോശ ഉണ്ടാക്കുന്നത്, ദോശയും ചമ്മന്തിയും ഉണ്ടാക്കുന്നത്. ഇവിടെ ചില സമയത്ത് ഇവിടുത്തെ കൊച്ചുപുത്തൻ പറയാൻ എനിക്ക് ചുമന്ന ചമ്മന്തിയാണ് ഇഷ്ടം. ചുമന്ന ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ചില ദിവസങ്ങളൊന്നും പറയത്തില്ല, ചില ദിവസം പറയും അയ്യോ എനിക്ക് ചുമന്ന ഇഷ്ടമല്ലെന്ന്. ഇതിനെയൊക്കെ ചെവിക്ക് പിടിക്കണോ പിടിക്കണ്ടേ, പിന്നെ പോട്ടെന്നങ്ങ് ചിന്തിക്കും. അപ്പം ഞാനാണെങ്കിൽ ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് കാണാമല്ലേ നേരെ ഈ ബായിമാരൊക്കെ ഇരിക്കുന്നതും, അവിടെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഇരിക്കും. അപ്പം ഒരു ലേഡി പണ്ട് ഇവിടെ ചെയ്തയാ. അപ്പോൾ ഇനിയും ഡെലിവറിക്ക് പോകുന്നുണ്ടേ. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ആൻറ്റി ഞാൻ എത്രയും ദിവസം വരുമോ അത്രയും ദിവസം വരാം, അത് കഴിഞ്ഞൊരു ആരെയോ അവൾ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ലേഡി ഇവിടെ അപ്പം ഞങ്ങളുടെ സമയത്ത് അവർ പരിചയമുള്ളവരാകുമ്പോഴേ, ഇവിടെ വന്നിട്ടുള്ളവരാകുമ്പോൾ ഞാൻ നേരത്തെ നിർത്തിയിട്ടുള്ളവരാകുമ്പോൾ എനിക്കും കുഴപ്പമില്ലല്ലോ, നാട്ടിൽ പോകുന്നതിലും നമുക്ക് കുഴപ്പമില്ലല്ലേ. അപ്പോൾ ഇവിളീ നിർത്തുന്നത് എനിക്ക് ആരാണെന്ന് അറിയത്തുമില്ലല്ലേ, അപ്പം കണ്ടതുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എടി ഇങ്ങനെ ഒരാളുണ്ട്, അവരെ നീ ഒന്ന് വിളിച്ചു നോക്കാം. അന്നേരം അവൾ പറഞ്ഞു ആൻറ്റി എനിക്ക് അറിയത്തില്ലെന്ന്. അപ്പം ഞാനിങ്ങനെ അടുക്കളയിൽ നിന്നെ, എനിക്ക് അന്ന് അവർ കുറേ നാളുകൾക്ക് മുമ്പിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അവരുടെ നമ്പരൊന്നും എൻ്റെ ഇല്ല, പേരും അറിയത്തില്ലായിരുന്നു. ഞാൻ പ്രൈസമ്മോനോട് പറഞ്ഞു മോനെ ഇതുകൊണ്ട് ഒരു ആൻറ്റി ഇരിക്കുന്നത്, ഞാനൊരു ബുക്കും പേനയും കൊടുത്തിട്ട് പറഞ്ഞു ആൻറ്റിയുടെ നമ്പർ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവനിവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഇവർക്കൊക്കെ പെട്ടെന്ന് ഓരോ സ്ഥലത്ത് പോകണ്ടേ. അവർ ഇച്ചിരി നേരം വന്നൊന്ന് ഇരുന്നത്, എന്നിട്ട് അവർ പെട്ടെന്ന് വേറെ അങ്ങ് എണീറ്റ് പോയി. പിന്നെ ഞാനത് അവളോട് പറഞ്ഞു, അവൾ പറഞ്ഞു ആൻറ്റി വെക്കുവാണെങ്കിൽ പിന്നെ അവർ കണ്ടിന്യൂ നിൽക്കത്തില്ല ആൻറ്റി, അവൾക്കതാ പേടി ഞാൻ അവളെ മാറ്റുമോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടി ഞാൻ ഒരു മാസത്തേക്കിനെ വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വെക്കണ്ട, അവൾ ആരെങ്കിലും കൊണ്ട് വെക്കാമെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ചായയൊക്കെ ആയി, ചട്നി റെഡിയായി. ഞാൻ ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. അന്നേരം എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലാസ്റ്റിൽ ഇപ്പം ഞാനിവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് അകത്ത് കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് പിന്നെ അടുക്കളയിലോട്ട് വരാം. ഓക്കെ, ഞാൻ പോയി കഴിക്കട്ടെ. പിന്നെ കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് ബാക്കിയുള്ള മാവിൻ്റെ അകത്ത് ഇച്ചിരി സവാളയും ക്യാരറ്റും എന്നും ചെയ്യുന്നത് പോലെ ഞാനൊന്ന് അരിഞ്ഞിട്ടിട്ട് അത് അങ്ങനെ കൊടുക്കുന്നത് ആശാന് ഇഷ്ടം. എനിക്ക് തോന്നുന്നേ അവനത്ര ഇഷ്ടമായിട്ടാണോ കഴിക്കുന്നത് എന്ന് ഇഷ്ടമെന്ന് പറയും. പക്ഷേ അവന് ഇഷ്ടമുള്ള സാധനവുമാണ് എഗ്ഗ് ചപ്പാത്തി. ഇപ്പോൾ ഈ ദോശയ്ക്കകത്ത് എഗ്ഗ് ഇട്ട് കൊടുത്താലും എഗ്ഗ് ചപ്പാത്തിയും അവൻ വീട്ടിൽ കൊടുത്താൽ കഴിക്കും, എഗ്ഗ് ദോശയും കഴിക്കും. പക്ഷേ അത് ടിഫിന് കൊടുത്തു വിടുവാണെങ്കിൽ ആൾക്ക് വേണ്ടാന്ന് പറയും. അത് പേടിച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാക്കി. എൻ്റെ അടുത്ത് കുറേ വെജിറ്റബിൾസ് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിത്താന്ന് പറയും. എന്നാൽ നൂഡിൽസിലൊന്നും അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല. പക്ഷേ ഇതിൽ കൊണ്ടുപോകുന്നത് കഴിച്ചിട്ട് വരും കേട്ടോ. ഇവിടെ അത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം വന്ന് എടുക്കും. ഇത് ഇഷ്ടമാണെന്ന് തോന്നുന്നത്. എന്നാലും മറ്റേത് കുറച്ചുകൂടി ഇഷ്ടമാണെങ്കിലും ആൾ ടിഫിന് കൊണ്ടുപോകാൻ തയ്യാറല്ല. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയിൽ നടുക്ക് ഞാൻ അവസാനം ഒഴിക്കുന്നത്, നടുക്കല്ലേ ചൂട് കൂടുതൽ വരുന്നത്, അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് കരിയും. അതുകൊണ്ടാണ് ഞാൻ സൈഡിലെല്ലാം ഒഴിച്ചിട്ട് നടുക്ക് പിന്നെ ഒഴിക്കാനായിട്ട് ലാസ്റ്റിൽ ഒഴിക്കുന്നത്. യുവമാർക്കൊന്നും അറിയത്തില്ല ഞാൻ ഇതിൻ്റെ അകത്ത് ഇന്നലെ അരി അരച്ചെണ്ണ ഞാൻ ഇട്ടത് റാഗി പൊടിയ 1 ടേബിൾ സ്പൂൺ ഇട്ടത്. അതുകൂടി ഇടുമ്പം എനിക്കതിടുമ്പോൾ ഒരു ദോശയ്ക്കൊരു വേറെ നല്ല വെള്ള കളറല്ല, ഒരിച്ചിരി നമ്മുടെ നാട്ടിലൊക്കെ ഇല്ല പച്ചനെല്ല് കുത്തി അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കളറല്ലേ, ആ കളറ് പോലെ ഇതിനും വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവർക്കൊക്കെ നല്ല തൂവെള്ള കളറുള്ള ഇഡലിയും ദോശയൊക്കെയാണ് വേണ്ടിയത്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിടുന്നുണ്ട്. ഇത് ഇവിടെ എനിക്കും ഇഷ്ടം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്.
ഞാൻ എൻ്റെ ചട്ടിക്കകത്ത് 2 ദിവസം, ഈ പുതിയ ചട്ടിക്കകത്ത് 2 ദിവസം കഞ്ഞോളം ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ട് ആ കഞ്ഞോളം ഇപ്പം കളഞ്ഞിട്ട് കടലമാവിട്ടൊന്ന് സോപ്പിടുന്നില്ല, കടലമാവിട്ട് നന്നായി ഇതൊന്ന് കഴുകട്ടെ. അപ്പം ഇത് ഒരുമിച്ചുള്ള പ്രൊസീജിയർ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കും. ഇതിപ്പോൾ പല ദിവസമായിട്ടല്ലേ പിന്നെ വെള്ളത്തിൽ ഇട്ടത്, കഞ്ഞോളം ഒഴിച്ചിട്ടത്, ഇത് ഇനി എണ്ണ തേച്ച് വെക്കുന്നത്, പിന്നെ ചെയ്യുന്നത് എന്തുവാന്നുള്ളത്, അതൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇടാം, ഞാൻ ചെയ്ത രീതിയിൽ. അപ്പോൾ എന്താണെന്നാലും ഇതൊന്ന് ചെയ്ത് വെക്കട്ടെ കടലമാവ് തേച്ചിട്ട്. അപ്പം ഞാൻ നേരത്തെയൊക്കെ സോപ്പിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ചട്ടിയുടെ ഇതിൽ സുഷിരങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ സോപ്പ് ഇതൊക്കെ കയറിയിരിക്കും. അതുകൊണ്ട് അത്ര നല്ലതാണെന്ന് ഇന്നാളി കമൻറ്റിലും എനിക്കിങ്ങനെ വന്നായിരുന്നു, 1-2 പേര് കമൻറ്റും ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഇന്നിങ്ങനെ ഇപ്പോൾ കടലമാവും കൊണ്ടൊന്ന് ചെയ്ത് അത് കഴുകി വെച്ചിട്ടുണ്ട്. പുറവും ഒന്ന് കടലമാവൊക്കെ ഇട്ടൊന്ന് ചെയ്യാം. അതുപോലെ ഇങ്ങനെ സ്പോഞ്ച് ഇട്ടാണ് ഞാൻ ചെയ്തത്, അല്ല നമ്മുടെ ഈ മെറ്റലിൻ്റെ കാത്തയുണ്ടല്ലോ അതുകൊണ്ടല്ല. കഴുകിയിട്ട് ആദ്യം ഞാൻ ചിന്തിച്ച് വെളിയിൽ ബാൽക്കണിയിൽ കൊണ്ട് അവിടെ വെക്കട്ടെ വെയിലത്തെന്ന്. പിന്നെ ചിന്തിച്ചു വേണ്ട, ആ വെയിലിനിയും എണ്ണ തേക്കാതെ വെയിലത്ത് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമാകുമെന്നും പറഞ്ഞ് ഞാൻ തുണിയും കൊണ്ട് ഇങ്ങനെ നന്നായി തുടച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ അടുക്കളയിലോട്ട് ഒരിടത്ത് മാറ്റി വെച്ച്. അന്നേരം അതിൻ്റെ ആ ഈർപ്പൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് വെളിച്ചെണ്ണ തേച്ച് വെക്കാമെന്ന് വെച്ച്. അപ്പം ഞാനൊന്ന് തുടച്ച് വെക്കട്ടെ. അപ്പോൾ ഇത് ആൻറ്റിയുടെ അടുത്ത് ഒരു കടക്കാരനുണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞോണ്ടേ കണ്ണൂർ നിന്ന് ഈ സാധനം വന്ന സമയത്ത് ഈ ചട്ടി ഓർഡർ പറഞ്ഞ് പാവം എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ആൻറ്റി എന്നെ പറഞ്ഞ് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ തേക്കാൻ പറഞ്ഞു. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് തേച്ചത്. നന്നായി എല്ലായിടും ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് വെയിലത്ത് കൊണ്ട് വെക്കാമെന്ന് വെച്ചു. ഞാൻ ഇച്ചിരി ലിവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 1/4 കിലോയെ വാങ്ങിച്ചുള്ളൂ. ഇവിടെ വേറെ ആരും കഴിക്കത്തില്ല, ഞാനേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയ ഉടനെ ഞാൻ കഴിച്ചോണ്ടിരുന്നെ എൻ്റെ കൊച്ചുപുത്രൻ വന്ന് ഒരെണ്ണം തിന്നു. പിന്നെ അവനും വേണമെന്ന് പറഞ്ഞു. അവൻ ഇപ്രാവശ്യം ഒരു 5-6 പീസ് കഴിച്ച്. അപ്പോൾ 1/4 കിലോ എന്ന് പറഞ്ഞാൽ വെന്ത് വരുമ്പോൾ ഇരുച്ചണിയല്ലേ ഉള്ളൂ. അപ്പം ഞാനിതിൻ്റെ അകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി ഒന്ന് വേവിച്ചെടുക്കട്ടെ, 2 വിസിലടിച്ചെടുക്കട്ടെ. നമ്മുടെ ഈ ബീഫിൻ്റെ ലിവറൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് വേവുന്നതനുസരിച്ച് വിസിൽ വരുന്നതനുസരിച്ച് അങ്ങ് ഹാർഡായിട്ട് വരും. പക്ഷേ ചിക്കനൊക്കെ ആണെങ്കിൽ, ചിക്കൻ്റെ ലിവറാണെങ്കിൽ വെന്തങ്ങ് കുറേ നേരം കിടക്കുകയാണെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. ഇതിലൊക്കെ ഇച്ചിരി തേങ്ങാക്കൊത്തിട്ടാലേ ടേസ്റ്റ്. പക്ഷേ തേങ്ങയുടെ ക്ഷാമം കൊണ്ട് തേങ്ങാക്കൊത്തൊന്നും ഇടുന്നില്ല. ഞാനിപ്പോൾ ഈ കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് ഒരു സവാള, കൊച്ചുള്ളിയൊക്കെ ആണെങ്കിൽ കുറേയും കൂടെ നല്ല സവാളയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലിച്ചിരി വെളുത്തുള്ളിയും ഞാൻ ചേർത്തിട്ടുണ്ട്, 2-3 അല്ലി. പക്ഷേ ഇഞ്ചിയുടെ പേസ്റ്റ് ഉണ്ടായിരുന്നു, അതിടാമെന്നും പറഞ്ഞിരുന്നിരുന്ന് ഇഞ്ചി പേസ്റ്റ് ഇടാൻ മറന്നുപോയി കേട്ടോ. ഒരിച്ചിരി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർക്കണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വളരെ ചെറിയ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ വേവിച്ചത്, ഒരു 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചിട്ട് ആ കുക്കറിൽ വെന്ത ലിവർ കൂടി ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി അവിടെ ചെറിയ തീയിൽ അവിടെ ഇട്ടേക്കും. അപ്പോൾ ഇച്ചിരി നേരം കൂടെ ഒന്ന് ആ ലിവറിലൊക്കെ മസാല പിടിച്ച് ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആർക്കും അത്ര വെൻസിക്കൊന്നും ഇഷ്ടേ അല്ല, ഇതിൻ്റെ ടേസ്റ്റേ ഇഷ്ടമല്ല. ഈ വീട്ടിൽ പോളിനും ഇഷ്ടമല്ല, കൊച്ചു മാത്രം. ഇപ്പോൾ കേട്ടോ, നേരത്തെ കൊച്ചിനും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ തോരൻ വെക്കുന്നത് ചെറുപയർ തോരന. അതൊന്ന് ഞാൻ അടപ്പത്ത് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചൂട് സഹിക്കാൻ വയ്യേ. അപ്പോൾ ലിവർ ഇങ്ങനെ ഫ്രൈ ആയി കൊണ്ടിരിക്കുന്നത്. ചെറുപയർ തോരൻ വെക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് മോരുകറിയുണ്ട്. പിന്നെന്താ, വെള്ളം കുടിക്കാനൊക്കെ അത് രാവിലെ വെച്ചു. ഇന്ന് പിന്നെ തുണി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴുകിയാൽ മതി. പോൾമോൻ ഇനിയിപ്പോൾ വരത്തില്ല, അപ്പോൾ അവൻ്റെയും കൂടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കഴുകാമെന്ന് വെച്ച്. പിന്നെന്തുവാ, ചോറ് ഞാൻ കലത്തി വെച്ച്. ഞാൻ പറയില്ല, ഇത് പെട്ടെന്ന് വേവുന്ന ചോറാണ്. ഞാൻ ഒരു വേവോട് കുറച്ചിട്ട് എടുക്കുവാന്നേലും ആ കലത്തിൽ കിടന്നിട്ട് ചൂടോടുകൂടി അത് ഇവിടെ ഈ വേവുന്നത് ഈ പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടമല്ല, പോളിനോ കൂടുതൽ. അപ്പം ഞാൻ എന്തോ ഇതെന്നോ കുറച്ച് വേവിലെടുത്തിട്ട് ഈ വലിയ കണ്ണക്കപ്പയ്ക്കകത്തോട്ടെ കാണിക്കാം. വലിയൊരു കണ്ണക്കപ്പ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് പിന്നെ തണുത്തിട്ട്
ഇപ്പം നാണ്ട നല്ലതുപോലെ ഇതിപ്പോൾ ഇതേ വേവിൽ ഞാൻ ആ കലത്തിലിടുവാണെങ്കിൽ വെള്ളമാണ് ആ കലത്തിൽ കിടന്നത് ഒന്നുകൂടെ ചെയ്യും. അന്നേരം ഞാൻ ഇന്നൊരു രസം വെക്കാൻ പോവാം. എന്താ എന്നും കറി വെക്കുന്നേ? അങ്ങ് മോര് കറിയെ മാറ്റി ഇന്ന് രസമാക്കി. ഈ രസം ഇവിടെ കൊച്ചവന് ഇഷ്ടമോ, വലിയവൻ അത്ര താല്പര്യം, എന്നാലും കുടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നൊരു മെത്തേഡ് ഇപ്പോൾ കിട്ടുന്ന ഈ ടൊമാറ്റോ ഉണ്ടല്ലേ, ആ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ അതിട്ട് ഞാൻ വഴട്ടാനാണ് നോക്കിയത്. അപ്പം ഞാൻ അന്നേരം മനസ്സിൽ ചിന്തിച്ച് ഞാൻ വേറൊരു മെത്തേഡാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും എൻ്റെ ദൈവമേ ഈ ബിജി എന്തോ ഈ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബിജിത്തള്ള എന്തോ ഈ കാണിക്കുന്നതെന്നൊക്കെ ചിന്തിക്കും. എന്തെങ്കിലും ബുദ്ധി ചെയ്യണ്ടേ. അപ്പം ചൂട് കാരണം എനിക്ക് അടുക്കളയിൽ നിൽക്കാനും വയ്യ. എങ്ങനെയും ഈ രസം കൂടെ ഉണ്ടാക്കിയിട്ട് പോകാമെന്നുള്ള ചിന്ത. അപ്പോൾ ഞാൻ ഈ 2 ടൊമാറ്റോ, പക്ഷേ ഈ ടൊമാറ്റോ തിന്നാൻ നമുക്ക് പച്ചക്ക് ഇങ്ങനെ തിന്നാൻ നല്ല കേട്ടോ. അകത്ത് നല്ല മാംസം. ഞാനിപ്പോൾ 2-3 എണ്ണം വായിലിട്ടിട്ടുണ്ട്, നടുക്കൂന്നെടുത്തുള്ളത്. തിന്നാൻ നല്ലൊരു പുളിയും മധുരവും കൂടെ. ഞാൻ ആ ഇടുക്കല്ലെടുത്തിട്ടേ ആ ടൊമാറ്റോയെ എല്ലാം ഒന്ന് ഇടിച്ച് ഇച്ചിരി ഒന്ന് സോഫ്റ്റാക്കി, എന്നിട്ട് നമ്മൾ വഴറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അല്ലാതിട്ട് വഴറ്റാനാണെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പം ഞാൻ അതിനെ എല്ലാം കൂടെ ഒന്ന് ഇടിച്ചെടുക്കട്ടെ. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്താലും മതി. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് ഉടച്ചിട്ട് ആ തൊലിക്ക് നല്ല കട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പുളി പിഴിഞ്ഞ് പുളിവെള്ളവും വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നല്ലതായിട്ട് ഇച്ചിരി ക്രഷ് ചെയ്ത കുരുമുളകാണ്. ഇത്തിരി നല്ല തരുതരായിട്ടുള്ള ക്രഷ് ചെയ്ത കുരുമുളക് ഇട്ട്, പിന്നെ ഇച്ചിരി പൊടിയും കൂടെ, അത് കുറച്ചേ ചേർത്തുള്ളൂ. പിന്നെ പൊടിയും കൂടി ഇച്ചിരി ചേർത്ത് ഉപ്പും ഇതെല്ലാം കൂടി ഇട്ട് അതൊന്ന് അടപ്പത്ത് കിടന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ ഈ രസം ചോറിൽ ഒഴിക്കാറില്ല. ഞാൻ രസം പാത്രത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ചോറിങ്ങനെ കഴിച്ചിട്ട് ചിലപ്പോൾ ഇച്ചിരി ഒഴിക്കും. പിന്നെ എനിക്ക് കുടിക്കുന്നതാണ് ഇഷ്ടം. ചോറ് കഴിക്കുമ്പോൾ തന്നെ വായിൽ ഉരുള വായിലുണ്ടെങ്കിലും ഇച്ചിരി രസം കൂടെ കുടിച്ച്, അതൊക്കെ ഓരോരുത്തരുടെ ഓരോ മൈൻഡിൻ്റെ ഇതാണെന്നുള്ള. ഇങ്ങനെ ഞാൻ നോക്കി എനിക്ക് ചിന്തിച്ച് ഇച്ചിരി കുരുമുളക് കുറവാണെന്ന് പറഞ്ഞ് ഇച്ചിരി പൊടിയായിട്ടുള്ളത് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പയറൊക്കെ അവിടെ ഞാൻ ആ പയർ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുമായിരുന്നു. കുറച്ച് ഒരു 1/4-3 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർന്ന പയർ. എന്നിട്ടൊരു വിസിലടിച്ച്, എന്നിട്ട് ഇപ്പം അത് ഒരു വിസിലടിച്ചിട്ട് ഞാനിപ്പോൾ ചീനച്ചട്ടി വെച്ച് ഇച്ചിരി ജീരകവും ഇച്ചിരി കടുകും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പിലയും വെളുത്തുള്ളി ഇച്ചിരിയും കൂടെ ചേർത്താൽ, ഇതിനൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ചേർത്ത ഗ്യാസ് ഉള്ളവർക്കാണെങ്കിൽ ഈ വെളുത്തുള്ളി കൂടുതൽ ചേർക്കുമ്പോൾ അത്രയും ഗ്യാസ് അറിയത്തില്ല. ഞാനൊരു 3-4 വെളുത്തുള്ളി എടുത്ത്, ഈ വെളുത്തുള്ളി പൊളിക്കാൻ പ്രയാസമാണെങ്കിൽ ആ തൊലിയോടുകൂടി വെളുത്തുള്ളി ഈ ഇടിക്കല്ലും കൊണ്ടൊന്ന് ചതച്ചിട്ട് തൊലി നമുക്ക് പെട്ടെന്ന് ഇളക്കാൻ പറ്റും. അല്ലാതെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ഇടിക്കുന്നതിനേക്കാൾ നല്ലത് ആ തൊലിയോടുകൂടി ഇടിച്ചിട്ട് അതിൻ്റെ സ്കിന്നെടുത്ത് കളയുന്നതാണ്. ഒരു 3-4 വെളുത്തുള്ളി ഇട്ടുള്ളൂ. പിന്നെ തേങ്ങയും കൂടി ഇട്ട് ഇച്ചിരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് പയർ കൂടി അതിൻ്റെ അകത്തിട്ട് ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. കാരണം ഇച്ചിരി കൂടെ ഒന്ന് വേവണം. രസവും ചെറുപയറും ഒരു മീൻ വറുത്തതൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. മീനിപ്പം ഞാനിന്ന് അടുത്ത ആഴ്ച, അയ്യോ എനിക്കൊരു അർജൻറ്റ് ഒരു മാസമൊക്കെ മുമ്പിട്ടൊരു ഓർഡർ വന്ന മീനിൻ്റെ കൊടുത്തു വിടാനാ മക്കൾക്ക്. മീൻ ചോദിച്ചിട്ട് എന്ന് അവരില്ലെന്ന് പറയും. എന്തു വന്നേലും 2 പ്രാവശ്യം ഞങ്ങൾ തീരെ പോയിട്ട് ഞങ്ങൾക്ക് ഈ അച്ചാറിടുന്ന നമ്മുടെ കേരയ്ക്കിപ്പം വില കൂടുതലാണ്, അതുകൊണ്ട് അവർ എടുക്കുന്നില്ല. നമ്മൾ ഈ മലയാളികളാണ് ഈ കേരയൊക്കെ കഴിക്കുന്നത്, അല്ലാത്ത ഇവിടങ്ങളിലുള്ളവരൊന്നും അത് അങ്ങനെ അധികം കഴിക്കാറില്ല. അതുകൊണ്ട് അവർ കൂടുതൽ അതിന് വാല്യൂ കൊടുക്കാത്തത്, വിലയാണേലും. അപ്പോൾ എന്തോന്നാലും ഞാൻ പറഞ്ഞു കഴിച്ചാൽ ഒന്നുകൂടെ നമുക്ക് പോകാമെന്ന്. കാരണം എന്നെ വിശ്വസിച്ച് അവർ എന്നെ ഓർഡർ തന്നിട്ട് ഞാൻ എന്നാൽ കിട്ടുമെന്ന് പറഞ്ഞ് എന്തോന്നാലും ശനിയാഴ്ച ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ച്. ഞാൻ ചിന്തിക്കുമായിരുന്നു ഒരു 2-3 കിലോയുടെയെങ്കിലും ഒരെണ്ണം കിട്ടിയായിരുന്നെങ്കിൽ അർജൻറ്റ് ഉള്ളവർക്ക് ആൾക്ക് ഇട്ട് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ രസത്തിനൊന്ന് കടുക് വറക്കുക. അപ്പോൾ ഇച്ചിരി ഒഴിച്ചിട്ട് കടുകും ഇട്ട് ഇച്ചിരി ജീരകവും ഇട്ട്, ഞാനുണ്ടെങ്കിൽ ജീരകം ഉണ്ടല്ലോ ഇച്ചിരി, അങ്ങനെ ജീരകം ഞാൻ എല്ലാത്തിനും ഒന്നും അങ്ങനെ ചേർക്കാറില്ല. മോരുകറിക്കൊക്കെ ഇച്ചിരി ജീരകപ്പൊടി ചേർക്കും. കുപ്പിയുടെ ഇതിൻ്റെ അകത്തായിരുന്നു ഇട്ട് വെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം ക്ലീനിങ് എല്ലാം ചെയ്യാനായിട്ട് എടുത്തുണ്ടെങ്കിൽ എൻ്റെ ജീരകം പൊട്ടിപ്പോയി. പിന്നെ വെള്ളം അനത്തുന്ന പൊടിയുണ്ടല്ലേ, ഇതെല്ലാം തറയിൽ വീണു പോയി. എനിക്ക് പേടിയായിരുന്നു. ഞാൻ പിറ്റേന്ന് അനു വന്നോണ്ടേ പറഞ്ഞു, അനുവേ ഞാൻ എന്നിട്ട് തൂത്ത് കളഞ്ഞു, എന്നാലും അവൾ തുടയ്ക്കും എങ്ങാനാണെങ്കിൽ കയ്യിലെങ്ങാനാവുമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ സൂക്ഷിച്ച് ചെയ്യണേ ഇങ്ങനെ. പിന്നെ കച്ചവടക്കാർത്തും ഞാൻ പറഞ്ഞ പ്രത്യേകം ഞാനൊരു തൈലിക്കകത്ത് ഇട്ടിട്ട് അവരോട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ക്ലാസ്സാന്നേന്ന്, കുപ്പിച്ചില്ലാന്നേന്ന്. പാവങ്ങളൊക്കെ കയ്യെങ്ങാനും ഇട്ട് നമ്മൾ പറയാതിരുന്ന അതൊരു ഇതല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളിയും സവാളയും കറിവേപ്പിലയും എല്ലാം വഴറ്റിയിട്ട് നമ്മൾ ചതച്ച ആ ടൊമാറ്റോയോട് ഇട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കുമ്പം പെട്ടെന്ന് ആ ടൊമാറ്റോ അങ്ങ് വാടി കിട്ടും. ഇന്നവൾ അനു
എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് എന്നോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് ഇച്ചിരി ഉപ്പ് താന്ന്. ഞാൻ ചോദിച്ചു എന്തിനാടി ഉപ്പ്? ഞാൻ ചോദിച്ചു ഇവക്ക് എന്തോ പറ്റി? അതെ, അവിടെ ഒരു മാങ്ങ കിട്ടി. അത് ഞങ്ങൾ അവിടുത്തെ വാച്ച്മാനും അവിടെ ജോലി ചെയ്യുമ്പം അവിടുത്തെ വാച്ച്മാനും ഇവരെല്ലാം കൂടെ ഒരു കൂട്ടല്ലേ. അപ്പം മാങ്ങ കിട്ടിയോണ്ട് അങ്കിള് വാച്ച്മാൻ കുറേ നേരം കൊണ്ട് ഇവളെ ഫോൺ ചെയ്യുക, ഉപ്പ് കൊണ്ടുപോവാന്ന്. അവളങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ ഇച്ചിരി ഉപ്പ് കൊടുത്ത് വിട്ട്. അത് പൊട്ടിച്ച് തിന്നാനാ. അവളിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ പലയിടത്ത് പോകുന്നുണ്ടേ, അവിടെ ഒന്നും ചോദിക്കത്തില്ല, അവൾ എന്നോടേ വന്ന് ചോദിക്കത്തുള്ളൂ. ഇപ്പം പൈസ എങ്ങനെ വേണമെങ്കിൽ അങ്ങ് വലിയ ഭവ്യതയോട് ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ പണ്ടത്തെ കാലം ഓർക്കും. ഞങ്ങാനും ഹോസ്പിറ്റലിൽ ജോലി ചെയ്താണെങ്കിൽ നമുക്ക് ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ അഡ്വാൻസ് പൈസ ചോദിക്കുന്നത് നമ്മൾ തരണേ. അന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ജോലി ചെയ്താലും അതിൻ്റെ അഡ്വാൻസ് പൈസ അങ്ങനെ തരാൻ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ പെട്ടെന്ന് അത് ഓർക്കും. ഞാൻ പറയും നീ എന്തിനാ ഇങ്ങനെ ആൻറ്റിയെ ഞാൻ ബുദ്ധിമുട്ടിക്കുക? ഇപ്പം 2-3 തീര കൊണ്ട് അടുപ്പിച്ച് ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട്. പിന്നെ അവൾ പേയ്മെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്യിപ്പിക്കും. ആൻറ്റിയെ ഞാൻ ബുദ്ധിമുട്ട് ഞാൻ പറയാം അതിനെന്തു വഴി, നീ കടമായിട്ട് ചോദിച്ചോ, പിന്നെ നീ തരുമല്ലോ. അപ്പം നമുക്കത്ര കപ്പാസിറ്റി ഒന്നും ഇല്ലല്ലോ അത് വേണ്ടാന്ന് വെക്കാം. വല്ലപ്പോഴും പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ലതും അങ്ങനെ കൊടുക്കും. അല്ലാതെ വലിയതൊന്നും ഇല്ല, ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കും. നമ്മളെ കഴിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഞാൻ കൊച്ചിന് ബുക്കും പുസ്തകവും വാങ്ങിയിരുന്നെന്നും പറഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാന്നേലും റീച്ചാനടുത്ത് പറഞ്ഞാൽ റീച്ചാൻ കൊടുക്കണ്ടെന്നൊന്നും പറയത്തില്ല, എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. ഇവിടെ ഇപ്പം പയറുതോരൻ റെഡിയായി, ലിവർ ഉണ്ട്, രസം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.